ദിവസം കൊണ്ട് തന്നെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവും കേട്ടോ. ഈ സ്കിൻ വൈറ്റനിങ് പാക്ക് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. വെറുതെ പറയുന്നതല്ല, എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും. വെൽക്കം ബാക്ക് ടു നിംസ് ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്കിൻ വൈറ്റനിങ് പാക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുവാണ്. സ്കിൻ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച്, കാരണം ഞാൻ ഓരോ ദിവസം ഒരുപാട് പേരെ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് കൂടുതലും ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നവരാണ്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, ഇതിലേക്ക് പോകാത്തവരാണെങ്കിൽ ഇനി പോകണം അല്ലെങ്കിൽ ഇതുപോലത്തെ സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിക്കണം, മേടിക്കണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇത് ചെയ്യരുത്. അത്രമാത്രം ഹാർഡായിട്ടുള്ള കെമിക്കലാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇതെന്താണ് പ്രൊഡക്റ്റ് എന്ന് പോലും അറിയാത്തവരിലേക്കാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ എത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയൊരു ചതിയാണ്. കാരണം നമ്മളുടെ ഹെൽത്ത്, നമ്മൾ സ്കിന്നിന് ഈ ഇതുപോലത്തെ സ്കിൻ വൈറ്റനിങ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ ഞാൻ സിമ്പിളായിട്ട് പറയാം, നമുക്ക് സ്കിൻ ക്യാൻസർ വരെ വരാനുള്ള 100% ചാൻസ് ഉണ്ട്. അത് ഒരിക്കലും നമുക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് എന്തിനാ നമ്മൾ വെളുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്? നമുക്ക് തന്നിട്ടുള്ള സ്കിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ ചെയ്ത് സ്കിൻ ബ്രൈറ്റാക്കി അതുപോലെ തന്നെ അണീവണമൊക്കെ മാറ്റി ക്ലിയർ ആക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും ഇതുപോലത്തെ വൈറ്റനിങ് ക്രീമുകൾ, ഇത്രയും ഹാർഡായിട്ടുള്ള കെമിക്കലുകൾ യൂസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെറിയ പിള്ളേർ തൊട്ട്, ഇപ്പോൾ ടീനേജ് സ്റ്റുഡൻസ്, ഒരുപാട് കുട്ടികളൊക്കെ ഇതിലേക്ക് അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ വൈറ്റനിങ് ക്രീമുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഈ ഒരു എൻജോയ് ചെയ്യുന്നത് പിന്നീട് ഒരുപാട് ദുഃഖിക്കും. ഒരു കാരണവശാലും ഇത് എൻ്റർടൈൻ ചെയ്യരുത്. സ്കിന്നിന് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഡേ ടു ഡേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഇത്രയും ഹാർഡായിട്ടുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുക, കറക്റ്റായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യുക, നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആവും. സ്കിൻ കെയർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അവരവരുടെ പ്രായം, അവരവരുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. നമ്മൾ സ്കിൻ ബ്രൈറ്റ്, നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കിക്കൊണ്ട് നമുക്കതിനെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ഇത്രയും ഹാർഡായിട്ടുള്ള കെമിക്കലിലൂടെയല്ല നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൈഡൻസ് നിങ്ങൾക്കും എടുക്കാം. 3 മാസത്തേക്ക് ഞാൻ ഗൈഡ് ചെയ്ത് തരും. അതിലൂടെ നിങ്ങളുടെ സ്കിൻ്റെ പ്രോബ്ലംസൊക്കെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു ക്ലിയർ സ്കിൻ കിട്ടും. അത് എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഗൈഡൻസ് എടുത്ത് അതിലൂടെ നിങ്ങളുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ക്ലിയർ ചെയ്ത് ലൈഫ് ടൈമിലേക്ക് ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഞാൻ ഫീസ് പറയാം. 5000 റുപ്പീസ് നമുക്ക് ഫീസ് ഉണ്ട്. ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ന് പറയാനുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് ആദ്യം നമ്മളുടെ ഈ ഒരു പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഈ ഒരു പാക്കിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, അപ്പോൾ ഇത് നാച്ചുറലായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് പാക്കാണ്. ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് അറിയിക്കണം. ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് പറയുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ റൈസ് വേണം. പച്ചരി എടുക്കുക കേട്ടോ. വൈറ്റ് റൈസാണ് വേണ്ടത്. പച്ചരി എടുക്കുക, അല്ലെങ്കിൽ ബാസ്മതി റൈസ് അങ്ങനെ എടുക്കുക. ഒരു 1/4 കപ്പ് എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സമയം വാഷ് ചെയ്തിട്ട് തന്നെ അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. കുറച്ച് സമയം കുതിരാനായിട്ട് കുറച്ച് മണിക്കൂർ വെക്കുക. അത് നമുക്കറിയാമല്ലോ, ഈ അരി നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം. അപ്പോൾ അതിന് കുതിർന്ന് വരാനുള്ള ഒരു ടൈം വെക്കുക, ഒരു 2-3 മണിക്കൂർ വെക്കുക. അപ്പോൾ അതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്, നമ്മൾ 1/4 കപ്പ് ഇതിലേക്ക് നമ്മൾക്ക് അതിൻ്റെ 3 ഇരട്ടി വെള്ളം വെച്ച് വേണം നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട്, കുതിരാൻ വെക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം നമുക്കത് വെള്ളം പോലെ കിട്ടുക അല്ലേ. കാരണം നമ്മൾ അത്രയും വെള്ളത്തിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. നമുക്ക് ശരിക്കും റൈസ് മിൽക്ക് പോലെയായിരിക്കും വരിക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്ട്രെയിനർ യൂസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് ഇതിൻ്റെ മിൽക്ക് അല്ലെങ്കിൽ ആ ഒരു റൈസ് വാട്ടർ മാത്രം നമുക്കത് സ്ട്രെയിൻ ചെയ്ത് ഈ അരി കംപ്ലീറ്റ് മാറ്റി, നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും ചെറിയ തരിയൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെയിനർ വെച്ചൊന്ന് അരിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഈ റൈസിൻ്റെ ആ ഒരു വെള്ളം പോലത്തെ ഒരു പാല് പോലെ നമുക്ക് കിട്ടുമല്ലോ, അത് മാത്രമായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുക കേട്ടോ. 1/4 കപ്പ് റൈസിന് 1 കപ്പ് വെള്ളം, അല്ലെങ്കിൽ അതിന് 3 ഇരട്ടി വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം എടുക്കണം. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു. അതിലേക്ക് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് അതിൻ്റെ സ്കിൻ നന്നായിട്ട് പീൽ ചെയ്യുക കേട്ടോ. പീൽ ചെയ്തതിന് ശേഷം വൃത്തിയായി കഴുകിയിട്ട് അതൊന്ന് പീൽ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് നന്നായിട്ട് നമ്മൾ
എന്തെങ്കിലും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗ്രേറ്റർ വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക, നന്നായിട്ട് കേട്ടോ, ചെറിയതായിട്ട് വരണേ. അതിനുശേഷം അതും നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മളുടെ സ്ട്രെയിനർ യൂസ് ചെയ്ത് നമ്മളിതിൻ്റെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട്, ക്യാരറ്റിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. എന്നതിന് ശേഷം ആ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് മതിയാവും. 1/4 കപ്പ് റൈസിന് ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് നമുക്ക് മതിയാകും. ഇത് നമ്മളുടെ ഈ അരി നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. അതിൽ അവസാനം ആഡ് ചെയ്താൽ മതി, അത് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഒരു ബൗളിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇതെടുക്കുക. എടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ച്, ഒരു പാൻ വെച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് ഈ സ്റ്റീലിൻ്റെ പാത്രം വെക്കുക കേട്ടോ. ഉള്ളിൽ അതേ മുങ്ങിപ്പോകാത്ത രീതിയിൽ വെക്കുക. നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് നമ്മൾ നന്നായിട്ട്, നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരണം. ഡയറക്റ്റ് ഇത് കുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിത് ഓൾറെഡി ഒരു പാൻ വെച്ച് ആ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൻ്റെ മേളിലാണ് ഇത് വെക്കുന്നത്. വെച്ചിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കുക. നോർമൽ കുറുക്ക് പോലെ തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ആ കുറുക്കിൻ്റെ പരുവം ആകുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക. എന്നതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ജാറിലൊക്കെ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാലും എല്ലാ ദിവസവും നിങ്ങൾക്കിത് പാക്കായിട്ട് ഉപയോഗിക്കാവുന്ന, എല്ലാ ദിവസവും നിങ്ങൾക്കിത് പാക്കായിട്ട് യൂസ് ചെയ്യാം. എന്ത് പാക്ക് ഇടുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊന്ന് പാസ്ചറൈസ്ഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുന്നുള്ളത്. അപ്പോൾ ഇതിലും ഞാൻ പറയുവാണ്, നമ്മൾ എന്തെങ്കിലും സെൻസിറ്റീവ് സ്കിന്നോ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, റൈസും ക്യാരറ്റും മാത്രമാണ് വരുന്നത്, വേറെ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ എന്നാൽ പോലും അത് ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു പാക്കൊക്കെ ഇടുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ തണുപ്പിച്ച് ഒന്ന് ഗ്ലാസിൻ്റെ ജാറിലേക്ക് വെക്കാം. പ്ലസ് എല്ലാ ദിവസവും നിങ്ങൾ ഇതൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് വന്നാൽ സ്കിൻ എൻ്റെ പോലും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, അത്രയും മാത്രം ബ്രൈറ്റ് ആവും, അത്രയും ക്ലിയർ ആവും. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ അതിന് മുമ്പ് ഏത് പാക്ക് യൂസ് ചെയ്യാനാണെങ്കിലും നമുക്ക് എന്തോ വേണം, ആദ്യം ഒന്ന് ഫേസ് ക്ലെൻസ് ചെയ്യണം അല്ലേ. നന്നായിട്ട് ക്ലെൻസിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ സ്കിൻ്റെ പോർട്സിനകത്ത് കയറി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫേസിൻ്റെ ഔട്ടർ ലെയറാണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ പാക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ സൂപ്പർബായിട്ടുള്ള നമ്മളുടെ 40 ക്ലെൻസർ യൂസ് ചെയ്യുക കേട്ടോ. നമ്മളുടെ ഓൺ പ്രൊഡക്റ്റാണ്, ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും പ്രീ ഓർഡർ ആണ്, എല്ലാം തന്നെ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി വരുന്ന നമ്മളുടെ ജൂലൈ 4th and 5th ഓർഡർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ തന്നെ നിങ്ങൾ 40 ഓയിൽ വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രീ ബുക്കിംഗ് ആണ്. പേയ്മെൻറ്റ് അടയ്ക്കേണ്ട സമയം പറയും, അപ്പോൾ അയച്ചാൽ മതി. 850 റുപ്പീസാണ്, 850 രൂപയാണ് വരുന്നത്. നിങ്ങൾ ആ ഒരു ക്ലെൻസർ വെച്ച് ക്ലെൻസ് ചെയ്തിട്ട് ഈ ഒരു പാക്കൊന്ന് ഇട്ട് നോക്കൂ. എൻ്റെ പറയേണ്ട ആവശ്യമേ ഇല്ല, അത്ര മാത്രം ക്ലിയർ. പിന്നെ ഒരുപാട് പേര് ബുക്ക് ചെയ്തവർക്കൊക്കെ നമ്മൾ പാർസൽ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്, കൊറിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് റിവ്യൂ 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. കാരണം അത്രയും റിസൾട്ടാണ് നമ്മുടെ നാൽപ്പമരാതി ക്ലെൻസർ. അതൊരു മാജിക് ക്ലെൻസറാണ്. ആ ഒരു സംഭവം മതി നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ്സും എല്ലാം തന്നെ മാറ്റി ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട്. കാരണം അത്രയും ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു ക്ലെൻസർ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നാൽപ്പമരാതി ഓയിൽ പല രീതിയിലും കിട്ടും മാർക്കറ്റിൽ. നമ്മളോട് പലരും ചോദിച്ചു, ഇത് ആയുർവേദിക് ഷോപ്പിൽ കിട്ടില്ല, അവിടെ കിട്ടില്ല, ഇവിടെ കിട്ടില്ല, പലവിടെയും കിട്ടുമായിരിക്കും. പക്ഷേ അതെല്ലാം നമ്മളിവിടെ ചെയ്തേക്കണം. നമ്മളതൊരു ക്ലെൻസിങ്ങിൻ്റെ ഫോമിലേക്കാണ് മാറ്റിയേക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമ്മളുടെ അത്രയും നമ്മളടുത്ത ഒരു നമ്മളുടെ ഫ്രണ്ട് എന്ന് പറയാം, നമ്മളുടെ UK നമ്മളുടെ ഒരു സയൻറ്റിസ്റ്റും കൂടി ഇതിനകത്തുണ്ട്. സോ അത്രയും റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിന് ഇപ്പോൾ തന്നെ അത്രയും മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട്. എല്ലാം തന്നെ പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അടുത്ത ആഴ്ച വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം അത് മാത്രമല്ല, ഈ ഒരു ഞാൻ ഇന്ന് പറഞ്ഞ പാക്ക്
എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അറിയിക്കണം കേട്ടോ. കാരണം അത്രമാത്രം സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ്. ഇത് എല്ലാ ദിവസവും നൈറ്റോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈവനിങ് ടൈമിൽ എപ്പോഴും പാക്ക് യൂസ് ചെയ്യണതാണ് നല്ലത്. അപ്ലൈ ചെയ്യുക, ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, ദെൻ വാഷ് ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിൽ ഒരു നൈറ്റ് പാക്കായിട്ടും യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. പക്ഷേ അതിനേക്കാളും ജസ്റ്റ് ഒരു 20 to 25 മിനിറ്റ്സ് വെച്ചാൽ മതി. ദെൻ വാഷ് ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുള്ളവരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക പ്രൊഡക്റ്റ് വേണമെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി ഗൈഡൻസിനാണെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ പാക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.